ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാം. ഷോ ദാറ്റ് the subset S of M and R consisting of all invertible n by n matrices under matrix multiplication is a group. Show that the subset S of M n R consisting of all invertible n by n matrices under matrix multiplication is a group. അപ്പൊ ഇവിടെ നമ്മൾ ഇപ്പൊ കൺസിഡർ ചെയ്ത സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആണ്. അപ്പൊ എസ് എന്ന് പറയുന്നത് എന്താണ്? എസ് ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന സെറ്റ് എസ്. ഈ സെറ്റ് ആണ് നമുക്ക് ഗ്രൂപ്പ് ആണെന്ന് കാണിക്കേണ്ടത്. എസ് എന്ന് പറയുന്നത് എന്താണ്? സബ്സെറ്റ് ഓഫ് എം എൻ ആർ ആണ്. അപ്പൊ എസിന്റെ അകത്ത് എന്താ ഉള്ളത്? സെറ്റ് ഓഫ് ഓൾ invertible n by n matrices with entries in R. ഇതിനെ നമ്മൾ ഇങ്ങനെ നമുക്ക് എടുക്കാം, സെറ്റ് ഓഫ് ഫോർ. നമ്മളിവിടെ പറഞ്ഞേക്കുന്ന സബ്സെറ്റ് എസ് ഓഫ് എം എൻ ആർ. നമ്മളിപ്പോ മുമ്പേ കണ്ട എം എൻ ആർ എന്നുള്ള സെറ്റ് ഗ്രൂപ്പ് അല്ലെന്ന് കണ്ടു. അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ പ്രശ്നം എന്തായിരുന്നു? സീറോയെ അതുപോലെ ഡിറ്റർമിനന്റ് സീറോ വരുന്ന എലമെന്റുകൾക്കൊന്നും ഇൻവേഴ്സ് ഇല്ല, അതുകൊണ്ട് അത് ഗ്രൂപ്പ് അല്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയുന്നത് അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന എലമെന്റുകൾ മാത്രം നമ്മൾ എം എൻ ആർ എന്നുള്ള സെറ്റിന്റെ അകത്തുനിന്ന് നമ്മൾ ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള മെട്രിക്സുകൾ മാത്രം എടുക്കുക. ഇൻവേർട്ടിബിൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന മെട്രിക്സുകൾ, അത് മാത്രം എടുക്കുന്ന സെറ്റിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എസ് എന്ന് ഡിഫൈൻ ചെയ്തത്. അപ്പൊ എസ് ഇസ് ദ സെറ്റ് ഓഫ് ഓൾ ഇൻവേർട്ടിബിൾ എൻ ബൈ എൻ മെട്രിക്സസ് വിത്ത് എൻട്രീസ് ഇൻ ആർ. അങ്ങനെയാണെങ്കിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് ഇതൊരു ഗ്രൂപ്പ് ആണെന്നാണ് കാണിക്കേണ്ടത്. ഇതൊരു ഗ്രൂപ്പ് ആണെന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഈ രണ്ട് എലമെന്റുകൾ എടുത്താൽ, ഇതൊരു ഈ സെറ്റിന്റെ അകത്ത് രണ്ട് എലമെന്റുകൾ എടുത്താൽ അതിന്റെ പ്രൊഡക്റ്റും ഇൻവേർട്ടിബിൾ ആണെങ്കിലല്ലേ ഇതിന്റെ അകത്ത് വരുള്ളൂ. അപ്പൊ ഫോർ എനി A, B element of S, A inverse and B inverse exist ചെയ്യൂലോ. എയും ബിയും നമ്മൾ എയും ബിയും ഇതിൻ്റെ അകത്ത് രണ്ട് എലമെന്റുകൾ എടുക്കുക. എസ് എന്ന് പറയുന്ന സെറ്റിലെ രണ്ട് എലമെന്റുകൾ എടുക്കുവാണ്. എന്നിട്ട് എ ഡോട്ട് ബി എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഉണ്ടെന്ന് കാണിക്കണം. അപ്പൊ എയും ബിയും എസിലെ എലമെന്റുകൾ ആയതുകൊണ്ട് അതിന്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് എ ഇൻവേഴ്സും ബി ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യും എന്ന് പറയാം. Again, A into A inverse is equal to A inverse A is equal to identity element അല്ലേ? അത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. എയും എ ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എ ഇൻവേഴ്സ് എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഐഡന്റിറ്റി എലമെന്റ് ഓഫ് ദ സെയിം ഓർഡർ, എയുടെ അതേ ഓർഡറിലുള്ള ഒരു മെട്രിക്സ്. അപ്പൊ ഇവിടുത്തെ ഓർഡർ എൻ ആയതുകൊണ്ട് ഐഡന്റിറ്റി എലമെന്റ് ഓഫ് ഓർഡർ എൻ കിട്ടും. അതുപോലെ തന്നെ ബി ഇൻവേഴ്സ് is equal to B inverse B is equal to ഐഡന്റിറ്റി എലമെന്റ് ആയിരിക്കുമല്ലോ. രണ്ടിന്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എയും എ ഇൻവേഴ്സും തമ്മിൽ റിലേഷൻ ഇതാണ്, ബിയും ബി ഇൻവേഴ്സും തമ്മിൽ റിലേഷൻ ഇതാണ്. ഇനി നമുക്ക് കാണിക്കേണ്ടത് എ ബിക്ക് ഇൻവേഴ്സ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി നമ്മൾ എ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് കൺസിഡർ എന്ന് പറഞ്ഞെടുത്താൽ മതി. കൺസിഡർ എ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. അതിന് നമുക്ക് എ ബി ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നമ്മുടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് എ ബി ഓർഡർ അപ്പൊ നമുക്ക് എ ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്ന് എടുക്കാം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണ്, പക്ഷെ കമ്മ്യൂട്ടേറ്റീവ് അല്ല കേട്ടോ. ഓർഡർ നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും എടുക്കാം, പക്ഷെ എ ബി എടുക്കുന്നതിന് പകരം ബി എ എടുത്ത ഇവിടെ പ്രശ്നമാണ്. ഇവിടെ നമുക്ക് എ ബി സിയുടെ പൊസിഷൻ ആ ഒരു ബ്രാക്കറ്റ് മാറ്റുന്നതിന് മാത്രമേ പറ്റുള്ളൂ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ. അപ്പൊ എ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ചെയ്യുമ്പോൾ എ ഇൻറ്റു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ഇനി ബി ഇൻവേഴ്സ് ഐഡന്റിറ്റി എലമെന്റ് ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഐ എൻ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് കിട്ടും. ഇനി എ ഇൻറ്റു ഐ എൻ എന്ന് പറയുന്നത് എ തന്നെയാണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എ ഇൻറ്റു എ ഇൻവേഴ്സ്. എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഐ എൻ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് is equal to identity element. Therefore, inverse of AB is equal to B inverse A inverse. അപ്പം എ ബിയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആണ്. അപ്പം ഇൻവേഴ്സ് എ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ചെയ്തപ്പോൾ ഐഡന്റിറ്റി എലമെന്റ് കിട്ടിയത് കൊണ്ട് എ ബിയുടെ ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആണ് പറയും. Therefore,
ബി ഇൻവേഴ്സും എ ഇൻവേഴ്സും നമുക്ക് എ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഐഡന്റിറ്റി എലമെന്റ് കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ ബി ഈസ് ഇൻവേർട്ടിബിൾ എന്ന് പറയാലോ. എ ബി ഇൻവേർട്ടിബിൾ ആണെന്ന് പറയാമല്ലേ, കാരണം എ ബിയെ വേറൊരു മെട്രിക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് കിട്ടി. അപ്പൊ എ ബിയുടെ ഇൻവേഴ്സ് ഇതാണെന്ന് നമുക്ക് കിട്ടി. എ ബിയുടെ ഇൻവേഴ്സ് ഇതാണെന്ന് നമുക്ക് കിട്ടി. എ ബി ഇൻറ്റു ഇതിൻ്റെ അകത്ത് തന്നെയുള്ള രണ്ട് മെട്രിക്സുകളാണ് ബി ഇൻവേഴ്സും എ ഇൻവേഴ്സും. എ ഉണ്ടെങ്കിൽ എ ഇൻവേഴ്സ് ഈ മെട്രിക്സ് ഉണ്ട് അല്ലെ, ഈ സെറ്റിലുണ്ട്. കാരണം എ ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ്. അപ്പം എയുടെ ഇൻവേഴ്സും എന്തായാലും ഇതിൻ്റെ അകത്ത് വരും. എ ഇൻവേഴ്സിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ആണ്. അപ്പൊ എയുടെ ഇൻവേഴ്സ് എന്തായാലും ഇതിന്റെ അകത്ത് വരും. ബിയുടെ ഇൻവേഴ്സും, എയും ബിയും ഈ സെറ്റിലെ എലമെന്റുകൾ ആയതുകൊണ്ട് എ ഇൻവേഴ്സും ബി ഇൻവേഴ്സും ഈ സെറ്റിൽ വരും. അപ്പം എ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എ ബി ഇൻറ്റു ഇതിന്റെ അകത്തെ രണ്ട് എലമെന്റുകൾ മൾട്ടിപ്ലൈ ചെയ്തപ്പം നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് കിട്ടി. അതിന്റെ മീനിങ് എ ബി ഇൻവേർട്ടിബിൾ ആണ്. എ ബി ഇൻവേർട്ടിബിൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ ബി ബിലോങ്സ് ടു ദ സെറ്റ് എസ് എന്ന് പറയാലോ. എ ബി ഇൻവേർട്ടിബിൾ ആയതുകൊണ്ട് എയും ബിയും എസിലുള്ളപ്പോഴെല്ലാം എ ബി ബിലോങ്സ് ടു എസ്. Therefore S is closed under, ഇതൊരു ബൈനറി ഓപ്പറേഷൻ ആണ്, നമുക്ക് കിട്ടി. S is closed under മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് ക്ലോസ്ഡ് ആണെന്ന് പറയാം. ഇനി നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തെന്ന് പറഞ്ഞാൽ മതി. G1 എന്ന് പറയുന്നത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ satisfies associative property. അപ്പൊ നമുക്ക് G1 കിട്ടും. അതായത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എപ്പോഴും അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പറയാം ഈ ഇവിടെ എസ് എന്ന് പറയുന്ന സെറ്റിന് വിത്ത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. ഇനി നമുക്ക് G2 എന്ന് പറയുന്നത് എന്താ? ഓരോ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടും we have to find an identity E such that A dot E is equal to A. അങ്ങനെയുള്ളത് എന്താണ്? നമുക്കറിയാം A ഇൻറ്റു IN ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് A അല്ലേ കിട്ടുള്ളൂ. A ഇൻറ്റു ദ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് A ആണ്. Therefore IN element of S acts as the identity element. അപ്പൊ ഒന്നും കൂടെ പറയാം, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് അത് അങ്ങനെ പറഞ്ഞു. ഇനി നമുക്ക് കാണിക്കേണ്ട ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എ ഇൻറ്റു എന്ത് ചെയ്യുമ്പോഴാണ് എ കിട്ടുന്നത്? എ മെട്രിക്സിനെ വേറെ ഏത് മെട്രിക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് മെട്രിക്സ് എ തന്നെ കിട്ടുന്നത്? ഐഡന്റിറ്റി മെട്രിക്സ് അല്ല. അതായത് ഐഡന്റിറ്റി മെട്രിക്സ് IN എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? IN എന്ന് പറഞ്ഞാൽ n/n ഓർഡർ ഉള്ള ഇങ്ങനെ പോകുന്ന മെട്രിക്സ് ആണ്. അതായത് ഡയഗണലി മാത്രം 1 വരും, ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ബാക്കിയുള്ള ഇതെല്ലാം 0. ഡയഗണലി മാത്രം 1, ബാക്കിയുള്ളതെല്ലാം 1. അതിനെയാണ് നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. ആ മെട്രിക്സിനെ മെട്രിക്സ് എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും അതൊരു പ്രോപ്പർട്ടിയാണ്. ഐഡന്റിറ്റി മെട്രിക്സും മെട്രിക്സ് എയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മെട്രിക്സ് എ കിട്ടും. സോ ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് G3 given എന്താണ്? Given that each element in S has an inverse അല്ലെ. S എന്ന് പറയുന്ന സെറ്റ് നമ്മൾ എടുത്തേക്കുന്നത് തന്നെ MN എന്നുള്ള മെട്രിക്സിന്റെ അകത്തുനിന്ന്, മെട്രിക്സിന്റെ കളക്ഷന്റെ അകത്തുനിന്ന് ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള മെട്രിക്സുകൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് given that each element in S has an inverse, അതുകൊണ്ട് അത് പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. Therefore S is a group with respect to matrix multiplication. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് ഇതൊരു ഗ്രൂപ്പ് ആണെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഇതൊരു അബീലിയൻ ഗ്രൂപ്പ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇനി നമുക്കറിയാം ഫോർ any two matrices AB not equal to BA, AB എന്ന് പറയുന്നത് ആയിരിക്കില്ല BA ആണ്. AB not equal to BA ആണ്. So we can say that മെട്രിക്സിന്റെ കേസിൽ any two മെട്രിക്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ AB not equal to BA, AB not equal to BA, therefore it is not commutative. മൾട്ടിപ്ലിക്കേഷൻ എപ്പോഴും അങ്ങനെയാണ്. മെട്രിക്സ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, രണ്ട് മെട്രിക്സുകൾ നമ്മൾ എടുത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് മെട്രിക്സുകൾ എടുത്തിട്ട്
അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഇൻറ്റു ബി ചെയ്യുന്നതും ബി ഇൻറ്റു എ ചെയ്യുമ്പോൾ രണ്ടും രണ്ടായിരിക്കും. പക്ഷെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. എ ഇൻറ്റു ബി ചെയ്തിട്ട് സി ചെയ്യുന്നതും എ ഡോട്ട് ബി ഡോട്ട് ഈ ചെയ്യുന്നതും ഈക്വലന്റ് ആണ്. പക്ഷെ ഇത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഇല്ല. therefore ഇറ്റ് ഈസ് നോട്ട് അബീലിയൻ. ഇറ്റ് ഈസ് നോട്ട് അബീലിയൻ. ഗ്രൂപ്പ് ആണ് പക്ഷെ അബീലിയൻ അല്ലെന്ന് കിട്ടും.